നമസ്കാരം. മെയ് 1 മുതൽ രാജ്യത്ത് പാചകവാതക സിലിണ്ടറുകളുടെ വിതരണത്തിലും ബുക്കിംഗിലും സുപ്രധാന മാറ്റങ്ങൾ വരാൻ പോകുന്നു. ആഗോള വിപണിയിലെ അസ്ഥിരതയും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും കണക്കിലെടുത്ത് എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് എന്നിവർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു. ബുക്കിംഗ് ഇടവേള നിലവിൽ 25 ദിവസത്തെ ഇടവേളയാണ് നമ്മൾ പാലിക്കുന്നത്. എന്നാൽ ഈ ലോക്ക് ഇൻ പീരീഡിൽ കാര്യമായ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. നഗരപ്രദേശങ്ങളിൽ ബുക്കിംഗ് ഇടവേള 21-ൽ നിന്ന് 25 ദിവസമായും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസമായും വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകളും സജീവമാണ്. OTP ഡെലിവറി ഇനി മുതൽ പാസ്വേഡ് അധിഷ്ഠിത ഡെലിവറി കൂടുതൽ വ്യാപകമായേക്കും. നിങ്ങളുടെ സിലിണ്ടർ സുരക്ഷിതമായി നിങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. PNG പ്രോത്സാഹനം LPGയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഈ മാറ്റം ഭാവിയിൽ കൂടുതൽ വ്യാപകമായേക്കാം. എന്തായാലും ഗാർഹിക LPG, ഗാർഹിക PNG, CNG എന്നിവയുടെ വിതരണം 100% ഉറപ്പാക്കിയിട്ടുണ്ട്. കാലം മാറിയപ്പോൾ ഗ്യാസ് ബുക്കിംഗിന്റെ രീതികളും മാറി. ഇപ്പോൾ 98 LPG സിലിണ്ടർ ബുക്കിംഗുകളും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡെലിവറികളും 94% ഉയർന്നിട്ടുണ്ട്. ഇതുകൂടാതെ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫാർമ, സ്റ്റീൽ, ഓട്ടോമൊബൈൽ, വിത്ത്, കൃഷി തുടങ്ങിയ അവശ്യ മേഖലകൾക്ക് വാണിജ്യ LPG വിതരണത്തിൽ മുൻഗണന നൽകിയിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള 5 കിലോഗ്രാം FTL സിലിണ്ടറുകളുടെ വിതരണവും ഇരട്ടിയാക്കിയത് ഒരു നല്ല നീക്കമാണ്. എന്തായാലും കഴിച്ച കുറച്ചു കാലമായി രാജ്യാന്തര തലത്തിൽ പുകയുന്ന യുദ്ധവും രാഷ്ട്രീയ അനിശ്ചിതത്വവും നമ്മുടെ വീട്ടുമുറ്റത്ത് വരെ എത്തിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഫെബ്രുവരിയിൽ ആരംഭിച്ച പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള ഊർജ്ജ മേഖലയിൽ സൃഷ്ടിച്ച വിതരണക്ഷാമവും ഡെലിവറി കാലതാമസവും വിലക്കയറ്റവുമെല്ലാം നമ്മുടെ പോക്കറ്റുകളെ പൊള്ളിച്ചു കഴിഞ്ഞു. 14.2 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 60 രൂപ കൂട്ടിയതും 19 കിലോ വാണിജ്യ സിലിണ്ടറുകളുടെ വില ഒരു മാസം കൊണ്ട് 3 തവണ വർദ്ധിപ്പിച്ചതും, മാർച്ച് 7-ന് 114.5 രൂപയും മാർച്ച് 1-ന് 28 രൂപയും കൂട്ടിയതുമെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇതൊരു തുടക്കം മാത്രമായിരുന്നോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പുതിയ റിപ്പോർട്ടുകളും. എന്തായാലും ഇന്ത്യൻ ഓയിൽ, BPCL, HPCL തുടങ്ങിയ എണ്ണ വിതരണ കമ്പനികൾ പുതിയ വിതരണ നിയമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അവർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്.